ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു. വളരെ നല്ലതെന്ന് പറഞ്ഞാൽ ഞാനിന്ന് രാവിലെ ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ല. ആക്ച്വലി എന്താ പറയുക, ഞാൻ മര്യാദയ്ക്ക് പോയിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡ് എടുത്തിട്ട് പാളയത്ത് വെച്ചാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം, പാളയത്തല്ല, കറക്റ്റ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ. ഞാൻ ഡിവൈഡറിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്. ബാക്കിൽ തൊട്ട് ഒന്ന് ടപ്പേന്ന് ഇടിച്ച്. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഞാൻ തെറിച്ചൊരു പോക്ക് പോയി, അവന് തെറിച്ച് എൻ്റെ പുറത്തോട്ട് വന്ന് വീണ്. അങ്ങനെ 2 ഇഞ്ചിയായി ഇങ്ങനെ എൻ്റെ 2 മുട്ടിലെയും പെയിൻറ്റ് പോയി. ഞാൻ കിളി പോയി നിൽക്കുക. കുഴപ്പമില്ല, പക്ഷേ ദേഹം മൊത്തം പെയിനുണ്ട്. ചെറുതായിട്ടേ സ്ക്രാച്ച് ആയുള്ളൂ, പക്ഷേ ദേഹം മൊത്തവും പെയിൻറ്റ് പോയി. തിരിഞ്ഞു പോയി. ചെറുതായിട്ടേ സ്ക്രാച്ച് ആയുള്ളൂ, പക്ഷേ ദേഹം മൊത്തം നല്ലോണം ഇടിച്ച് നല്ല പെയിനുണ്ട്. ഇപ്പം മറ്റേ വികലാംഗന പോലെ മുണ്ടിയാണ് നടക്കുന്നത്. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ടോടെ അടുത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അടുത്താണ്. പിന്നെ നമ്മുടെ അടിയപ്പിയര കൂട്ടമണി ആ സിനിമയില്ലേ, അത് ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചാണ്. അപ്പം പിന്നെ അവൻ അവിടെ നിന്ന് വന്ന് പിക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പോയി. അവിടെ നിന്ന് അമ്മമാർ ഫസ്റ്റ് എയ്ഡ് തന്നു. ഞാനിത് കഴിഞ്ഞ മാസം ഒന്ന് വീണതേ ഉള്ളൂ. അത് ഞാൻ ഇന്ന് വീണതിൻ്റെ ഒരു 100 മീറ്റർ ഫ്രണ്ടിലാണ് കഴിഞ്ഞ മാസം വീണത്. അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ കുറച്ച് സ്പീഡിലായിരുന്നു. റോഡിൽ കറക്റ്റ് ഓയിലും കിടന്ന് ചർവി ഒരു പോക്ക് പോയി. പിന്നെ ഒന്നും ഓർമ്മയില്ല. അതിൽ കുറച്ച് പണി കിട്ടിയായിരുന്നു. പെയിൻ്റൊക്കെ ഫുള്ള് പോയി. ഇന്ന് ബൈക്ക് ഫ്രണ്ട് ഹെഡൊക്കെ പൊട്ടി. അതവിടെ മ്യൂസിയത്തിൻ്റെ അവിടെ ഇരിക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ബൈക്കിൽ കയറി അങ്ങ് പോകണം. എന്നിട്ട് ബൈക്ക് എങ്ങനെയും കൊണ്ടുവരണം. എൻ്റെ ഫുഡ് റെസ്റ്റൊക്കെ ഒടിഞ്ഞത് എങ്ങനെയും കൊണ്ടുവരണം. അപ്പം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നിന്ന് അവന്മാർ ഫസ്റ്റ് എയ്ഡ് തന്നു എനിക്ക്. അവിടെ നിന്ന് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ കുറേ കഥകളൊക്കെ കേട്ട് അവിടെ ചില്ലായിരുന്നു. അവന്മാർ എൻ്റെ ഫോറിൻ സ്പ്രേ ഒക്കെ ഇട്ട് അടിച്ച് എൻ്റെ അമ്മോ, എൻ്റെ കിളി പോയി. ചൂടൊട്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ, അമ്മ ചൂട്. പിന്നെ ഇപ്പം എന്താ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് ചില്ലായിട്ടിരിക്കുക. പക്ഷെ ഞാനേ മൊത്തത്തിൽ ചില്ലായിട്ടിരിക്കുക. അപ്പം അവിടെ നിന്ന് സ്പ്രേ ഒക്കെ അടിച്ച് അവന്മാർ ഫസ്റ്റ് എയ്ഡൊക്കെ തന്ന് അങ്ങനെ കുറച്ച്. ഞാൻ ഇന്ന് ഒരാവശ്യമില്ലാണ്ടാണ് ആ ഏരിയയിലോട്ട് പോയത്. എനിക്ക് രാവിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ കറങ്ങി പോകാമെന്ന് വെച്ചിട്ട് പോയതാണ് ഇന്ന് വന്ന് വീണത്. ഇന്ന് കഴിഞ്ഞ മാസം ഞാൻ വീണത് ഈ സെയിമാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ചുമ്മാ കറങ്ങി ഒരാവശ്യമില്ലാത്ത വഴി കൂടെ പോയാണ് ഞാൻ വന്ന് വീണത്. വീഴാൻ വേണ്ടി പോയതുപോലെയാണ് സംഭവിച്ചത്. അയ്യോ, വണ്ടി ഇനി എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസ് ആണെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ. അപ്പം അതിൽ പണി കിട്ടി. അപ്പം ഇനി കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ട് തന്നെ ബൈക്ക് ശരിയാക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് വല്ലതും പറ്റിയെങ്കിൽ ബമ്പർ ടു ബമ്പർ തേർഡ് പാർട്ടി സെറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാമായിരുന്നു. അപ്പം അതിൽ പിന്നെ കൂടെ വന്ന് എന്നെ ഇടിച്ചവനും മുട്ടിലൊക്കെ പെയിൻറ്റ് പോയി. അതൊരു പോലീസുകാരനായിരുന്നു. പിന്നെ അതങ്ങനെ പോയി. വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല. അങ്ങനെ എൻ്റെ വളരെ സ്നേഹമുള്ള എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നു. അമ്മമാർ പിന്നെ മുട്ട് വയ്യ. അമ്മമാർ ഇതോടെ ബസ് കളിച്ചുകൊണ്ടിരിക്കുക. എന്നെ കാണാൻ വന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ വീണതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഗൈസ്? വീണതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഴപ്പാ? നിനക്കെന്താണ് പറയാനുള്ളത്? ഞാൻ വീണെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഞാൻ അവനെയാണ് വിളിച്ചിട്ട് പിന്നെയാണ് ഞാൻ ആലോചിക്കണത് അവന് വഴിയും അറിഞ്ഞുകൂടെ, അവന് ലൈസൻസും ഇല്ലെന്ന്. അവന് എക്സാം ഉണ്ട് ഇന്ന്, സെം എക്സാം ഉള്ളവനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എക്സാം കഴിഞ്ഞു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു. അവന് നല്ല എളുപ്പമായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ബൈക്ക് പോയി എടുക്കണം. പാളയത്ത് പോയിട്ട് ബൈക്ക് പോയി എടുക്കണം. അപ്പം അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഡ്രൈവർ അനന്തനാണ്, അല്ലെങ്കിൽ അവന്മാരുടെ ഡ്രൈവർ ഞാനാണ്. ഇത് ത്രിപിൾസ് അല്ല കേട്ടോ അങ്ങോട്ട് പോണത്. ഇവിടെ ആനന്ദിനെ പോണ വഴി ഡ്രോപ്പ് ആക്കിയിട്ട് അടുത്തൊരു ഹൈ പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഫൈനലി ഇതാ ആനന്ദിനെ എവിടെ ആനന്ദ് അവനെ വീട്ടിൽ ഡ്രോപ്പ് ആക്കിയിട്ട് പോകും. വെള്ളം സ്റ്റേ ഹൈഡ്രേറ്റഡ് ഗൈസ്. ഓ, വണ്ടി കൊണ്ടുവരാം. അന്ന് ടോക്ക് എടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനും വരും.
ഇങ്ങ് വരണ്ട, നീ എന്നെ വിളിക്കാൻ വന്നാ മതി. ഓ അവൻ ഇനി വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. അവനെ കുറച്ച് സാങ്കേതിക തകരാറ് വീട്ടില്. ടാറ്റ ടാറ്റ ടാറ്റ. ഓക്കെ എന്താ പോ മാമ. ടാറ്റ മാമ. വേണ്ട ഗായ്സ്, ഞാനങ്ങനെ ബൈക്ക് എടുക്കാൻ ഇവിടെ വന്നു. പക്ഷെ എൻ്റെ ബൈക്ക് അവിടെ ഞാൻ വെച്ചെടുത്ത് കാണാനില്ല. സൗണ്ട് ഞാനതാ ഇവിടെയാണ് ഗൈസ് വീണത്. ഇവിടെ എൻ്റെ ബൈക്ക് എവിടെ? അതോ ഇരിക്കണേ ബൈക്ക്. പക്ഷെ ആക്ച്വലി ഞാൻ ബൈക്ക് ഇവിടെ അല്ല കേട്ടോ വെച്ചത്. പക്ഷെ ബൈക്ക് ആരും ഇവിടെ കൊണ്ടുവച്ചു. ബൈക്ക് എടുക്കാന്ന് ഇവിടെ റോപ്പ് കിട്ടിക്കണല്ലേ. ഇവിടെ കനവക്കുന്നത്തെ ഫെസ്റ്റ് നടക്കുക. എവിടെ ചവിട്ടും? കഴിഞ്ഞ 3 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് കനകക്കുന്നില് നമ്മുടെ ഹാർവെസ്റ്റ് കാർണിവൽ റണ്ണായത്. സോ അതിന് നമ്മളോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരുപാട് തന്നെ ഇന്നത്തെ അപ്പോൾ ഇത് എങ്ങനെയും വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കാണാം നമുക്ക്. ഗൈസ്, ഞാൻ ഫൈനലി വീട്ടിലെത്തി. നല്ല കഷ്ടപ്പെട്ടു കേട്ടോ ബൈക്ക് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരാൻ. കാരണം എനിക്കാണ് ഫുഡ് റെസ്റ്റ് ഇല്ല. ലൈക്ക് എനിക്ക് അപ്പം ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. പിന്നെ ഹാൻഡിന് നല്ല ബെൻഡുണ്ട്, ടീ സ്റ്റമ്പൊക്കെ ബെൻഡുണ്ട്. നല്ലൊരു പണി തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളും വലിയ പണിയാണ് ഇനി കുറച്ച് കഴിയുമ്പം അമ്മ വീട്ടിൽ വരും. ഇത് അമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ വീണ കാര്യം. ഇത് രാവിലെ സംഭവിച്ചു. അപ്പം അവർ വർക്കിന് പോയിക്കുക. ഇനി അമ്മ വന്നിട്ട് ഇതറിയണം. അച്ഛൻ രാവിലെ അറിഞ്ഞു. അച്ഛൻ്റെ നിന്ന് എനിക്ക് കുറേ കിട്ടി. അപ്പം എൻ്റെ മിസ്റ്റേക്ക് അല്ല ആക്ച്വലി. പക്ഷേ അവരെന്ത് പറയാനാണ്, ആ ടെൻഷൻ കൊണ്ട് പറയണത്. അത് മനസ്സിലാക്കാനേ ഉള്ളൂ. പക്ഷേ ഇനി അമ്മ വരുമ്പം അയ്യോ ഇനി കുറേ കേൾക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പേ പക്ഷേ ഇനി 2 ദിവസത്തെ എൻ്റെ കുറേ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇനി കുറച്ച് ദിവസം 2 ദിവസം വീട്ടിൽ റെസ്റ്റ് ചെയ്യാം. കാരണം എനിക്കാണെങ്കിൽ നേരെ നടക്കാൻ പറ്റില്ല. നല്ല മുണ്ടെല്ലാം ഉണ്ട്. ഇടിച്ച് വീണേൻ്റെ ആ ഒരു പെയിനാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പിന്നെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എൻ്റെ ബാക്ക് തലയിടിച്ച് ഹെൽമെറ്റ് വെച്ചുകൊണ്ടും അത് രക്ഷപ്പെട്ടു. അപ്പം എല്ലാവരും സേഫായിട്ട് റൈഡ് ചെയ്യണം. ചിരി വന്നതാണ്. ഇപ്പം എല്ലാവരും സേഫായിട്ട് റൈഡ് ചെയ്യണം, പതുക്കെ പോകണം. നമ്മളിപ്പം നമ്മളെ മിസ്റ്റേക്ക് എല്ലാവരുടെയും ഇപ്പോൾ സംഭവിക്കും. എന്നാലും നമ്മളെ സൈഡിൽ നിന്ന് മാക്സിമം കെയർ ചെയ്ത് ഓടിക്കണം. ഹെൽമെറ്റ് എപ്പോഴും, ഇപ്പോൾ 2 വീലറാണെങ്കിൽ ഹെൽമെറ്റ് എപ്പോഴും വയ്ക്കണം. ഓക്കെ, അപ്പം സേഫായിട്ടിരിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അടുത്ത് എനിക്കിനി കുറേ കേൾക്കാനുള്ളതാണ് വീട്ടിൽ നിന്ന്. ഞാനിപ്പോൾ അമ്മ ഇപ്പം അമ്മയുടെ റിയാക്ഷൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ കയ്യിൽ ഫോൺ കാണില്ല. ഫോൺ ഉൾപ്പെടെ തറയടിച്ച് പൊട്ടിക്കും. അപ്പം ഞാനപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പം ഇന്ന് സംഭവിച്ചതിനെ കുറിച്ചൊരു ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്നത് നിങ്ങളും അറിയണമല്ലോ. സോ ഞാനൊരു കണ്ടൻറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.